100 cos omega t plus 30 degree is connected to a pure resistance. What is the value of current? No is the question. അപ്പോ ഇതിൽ മേജർ ആൾക്കാരും 42 ആൾക്കാരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാൻ മനസ്സിലായിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ആൾക്കാർക്ക് എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയത് എന്ന് ഞാൻ പറയാം. ഒന്നാമത് ഞാനിതിൽ ചെറിയ മാറ്റം വരുത്തിയത്, നമ്മൾ പൊതുവെ സൈനിന്റെ ഇക്വേഷൻ ആണ് പറയുക, പക്ഷെ ഞാനിവിടെ കോസ് കൊടുത്തു. ബി ഓഫ് ടി ഈസ് ഈക്വൽ ടു 100 കോസ് ഒമേഗ ടി പ്ലസ് 30 ഡിഗ്രി. കോസ് ആയാലും സൈൻ ആയാലും അതിന്റെ വേവ് ഫോം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. കോസ് ആകുമ്പോൾ ഒരു 90 ഡിഗ്രി അങ്ങോട്ടേക്ക് മാറിക്കിടക്കുന്നു മാത്രമേ ഉള്ളൂ. വരക്കുമ്പോൾ എന്താ എല്ലാം സൈൻ, ഇങ്ങനെ സൈൻ പോലെ തന്നെയല്ലേ വരക്കുക. അപ്പോൾ കോസ് ആയാലും സൈൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ പറയാനുള്ളത് എല്ലാം ഒരേ, രണ്ടും വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. ഒരേ ഫേസിൽ എന്ന് പറഞ്ഞാൽ ഈ കോസ് എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ സൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേം, ഈ ഒരു പോർഷൻ, ഈ ഒരു ആംഗിളും 30 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിളിലും ഒരു മാറ്റം ഉണ്ടാവില്ല. അതായത് കോസ് ഒമേഗ ടി പ്ലസ് 30 ഡിഗ്രി തന്നെയായിരിക്കും. അത് ഒരിക്കലും സൈൻ ഒമേഗ ടി പ്ലസ് 30 ആവില്ല. കാരണം അത് രണ്ടും തമ്മിൽ 90 ഡിഗ്രീന്റെ ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, സൈനും കോസും തമ്മിൽ. അപ്പോൾ കോസ് ആണ് വോൾട്ടേജ് എങ്കിൽ കോസ് തന്നെയായിരിക്കും കറണ്ടും. 30 ഡിഗ്രിയാണ് വോൾട്ടേജിന്റെ ഫേസ് ഷിഫ്റ്റ് എങ്കിൽ കറണ്ടും ഫേസ് ഷിഫ്റ്റ് 30 ഡിഗ്രി ആവണം. എന്നാൽ മാത്രമല്ലേ ഒരേ ഡയറക്ഷനിൽ പോകാനാവും. പിന്നെ 50 ഓം ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ടിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 100/50 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 കോസ് ഒമേഗ ടി പ്ലസ് 30 തന്നെയായിരിക്കും. നമുക്കതിൻ്റെ ഇതാണ് സംഭവം. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിൽ നോക്കിയേ, വോൾട്ടേജ് ഓൾറെഡി 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ കൂടത്ത് തന്നെയാണ് കറണ്ടും ഉണ്ടാവുക. അപ്പോൾ കറണ്ടിനും 30 ഡിഗ്രി തന്നെയായിരിക്കും. കോസിലാണ് രണ്ടും തന്നിട്ടില്ലെങ്കിൽ കറണ്ടും കോസ് ഒമേഗ ടി പ്ലസ് 30 ഡിഗ്രി ആയിരിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഈ 6 ആൾക്കാർ തെറ്റുവരുത്തിയെന്ന് വെച്ചാൽ, ഈ 30 ഡിഗ്രി ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവില്ലല്ലോ കറണ്ടിന്, അതുകൊണ്ട് ഇവിടെ 30 ഡിഗ്രി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെയല്ല, ഫേസ് ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ഫേസ് ഡിഫറൻസ് ആണ് 0 ഡിഗ്രി ആവുക. അപ്പോൾ ഇവിടെ വോൾട്ടേജും കറണ്ടിനും ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രി ആവണമെങ്കിൽ കറണ്ടും 30 ഡിഗ്രി മാറി സഞ്ചരിച്ചേ പറ്റും. നമ്മൾ റെസിസ്റ്റർ, പ്യുവർ റെസിസ്റ്റൻസിലേക്കൂടിയുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഇക്വേഷനും പവറിന്റെ ഇക്വേഷനും ഒക്കെ കണ്ടു. ഇനി നമ്മൾ പ്യുവർ ഇൻഡക്റ്റൻസിലൂടെയുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടും അതിന്റെ പവറും, ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആൾട്ടർനേറ്റീവ് കറണ്ട് കണ്ടു പിടിച്ചാൽ തന്നെ അപ്പോൾ തന്നെ നമ്മൾ ഫേസർ വരക്കും, ഫേസർ റെപ്രസെന്റേഷൻ ഒക്കെ ചെയ്യും. അതൊക്കെ ഞാൻ പ്രത്യേകം പറയുന്നില്ല. പ്യുവർ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ പ്യുവർ ഇൻഡക്റ്റൻസിന് റെസിസ്റ്റൻസ് വാല്യൂ ഒന്നുമില്ല, അതിന് ഇൻഡക്റ്റൻസ് വാല്യൂ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ഇനി ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടക്ടറിനെ ലൂപ്പാക്കി വെച്ചതാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അത് എയർ തന്നെ ആയിരിക്കും വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലോ അല്ലെങ്കിൽ റോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, അതായത് കോർ ഉണ്ടെങ്കിലാണ് കൂടുതൽ ശക്തമായ ഇൻഡക്റ്റൻസ് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. നിങ്ങളെല്ലാവരും ഇൻഡക്റ്റൻസ് ഏതെങ്കിലും സർക്യൂട്ടിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിനു മുമ്പേ നിങ്ങൾക്ക് ഇൻഡക്റ്റൻസ് വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വരക്കുക, ഇങ്ങനെ ലൂപ്പായിട്ട് വരക്കുക, ഇങ്ങനെ വരക്കണ്ട. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സർക്യൂട്ട് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സർക്യൂട്ട് കോമ്പണൻസ് CFL അബദ്ധത്തിൽ പൊളിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പൊളിച്ചു നോക്കിയപ്പോഴോ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇൻഡക്റ്റൻസ് ആണ്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സെഷനിൽ പറയാൻ പോയത്, പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു കോമ്പണന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. റിയൽ ലൈഫിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര സൂക്ഷിച്ചുണ്ടാക്കിയാലും അതിന്
ആർ വാല്യൂ മാത്രമായിരിക്കില്ല, ഒരു എൽ വാല്യൂ, ഇൻഡക്റ്റൻസ് വാല്യൂ, കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ എത്ര റെസിസ്റ്റൻസ് കുറച്ച കണ്ടക്ടർ വെച്ച് വൈൻഡ് ചെയ്താലും അതിനൊരു ചെറിയൊരു 0.0001 എങ്കിലും ഓം ഉണ്ടാവും, റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് റിയൽ ലൈഫ് ഇൻഡക്ടേഴ്സ്. നമ്മൾ വരക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ സർക്യൂട്ടിൽ ആവശ്യമുള്ള സംഭവങ്ങൾ തന്നെയാണ്. സോ ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? ബി എൽ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ എൽ ബൈ ഡി ടി. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഫിസിക്സിൽ. ഞാൻ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ് അതൊക്കെ എന്താണെന്നൊക്കെ പറയാം. നിങ്ങൾ ഈ ഇക്വേഷൻ ഒക്കെ വിട്ടോ, ഈ ഒരു സർക്യൂട്ട് മാത്രം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൂടെ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. വലിയ ഡൗട്ട് ഇല്ലല്ലോ. മാഗ്നിറ്റ്യൂഡ് കൂടിയും കുറഞ്ഞും നെഗറ്റീവിലേക്കൊക്കെ പോകുന്നുണ്ട്, അതേപോലെ ഡയറക്ഷനും മാറുന്നുണ്ട് കറണ്ടിന്റെ. അപ്പൊ ഇതിലൂടെ ഒരു കറണ്ട് വരുവാണ്. അപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണ്. അപ്പൊ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഉണ്ടാക്കും. ഫേസ് ആംഗിൾ ഫൈ അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫൈ. ആ സമയത്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവാൻ കാരണം കറണ്ടാണ്. ആ കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവും? ചേഞ്ച് ചെയ്യും. അപ്പോൾ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു കണ്ടക്ടർ വെച്ചാൽ അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ലേ? അതാണല്ലോ നമ്മൾ ആദ്യം പഠിച്ചത്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കണ്ടക്ടർ വെച്ചാൽ അതിന്റെ രണ്ട് ടെർമിനൽ അക്രോസ് എന്തുണ്ടാവും? ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നൊക്കെ പറയും. ഉണ്ടാക്കപ്പെട്ട, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഇ എം എഫ്. ഇവിടെ എന്താ, നമ്മൾ എ സി സപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ എ സി സപ്ലൈ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അത് ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തിയായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു കോർ കൂടി വെക്കുകയാണെങ്കിൽ, ഫെറോ മാഗ്നറ്റിക് കോർ കൂടി വെക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തിയായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഇത് ആൾട്ടർനേറ്റിംഗ് സപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡും ആൾട്ടർനേറ്റിംഗ് ആയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കണ്ടക്ടർ തന്നെ, ആ കണ്ടക്ടർ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ആ കണ്ടക്ടർ തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിലും ഉണ്ട്. അപ്പോൾ അതിലൊരു ഇ എം എഫ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെയാണ്, അതിന് നമ്മൾ ബാക്ക് ഇ എം എഫ് എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ വി എൽ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇതിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട്, അതായത് അത് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, അതിൽ തന്നെയാണ് അതിന്റെ എഫക്റ്റും ഉണ്ടാകുന്നത്. ഓക്കെ, ഇതില് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് എൽ എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ഇക്വേഷന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. കറണ്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഡക്റ്റൻസ് ഉള്ള ഒരു വൈൻഡിങ് അല്ലെങ്കിൽ ഒരു കോയിൽ വി എൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. കറണ്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ, സോ നിങ്ങൾ അപ്പോൾ ഇത് എ സിന്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഡി സി ആണെന്ന് വിചാരിക്കുക. ഒരു ബാറ്ററിയാണ് ഇവിടെ വെച്ചത്. ഓക്കെ, അപ്പൊ ബാറ്ററിയിലേക്ക് കൂടി കറണ്ടിന് മാറ്റമൊന്നുമില്ലല്ലോ. ആ വോൾട്ടേജ് ഒരേപോലെയാണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കറണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഡി ഐ ബൈ ഡി ടി, കറണ്ടിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വി എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഇത് നിങ്ങൾ ഒരു കോയിൽ വെച്ചാൽ ഒരു പ്യുവർ ഇൻഡക്റ്റൻസ് ആണ്, അതിന് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ ആ കോയിലിന്റെ അക്രോസ് ഡി സി ആണ് വെക്കുന്നുണ്ടെങ്കിൽ 0 വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ എ സി ആണ് വെക്കുന്നുണ്ടെങ്കിൽ എൽ ഡി ഐ എൽ ബൈ ഡി ടി എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഡി സിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു വയർ ഒരു കോയിലാക്കി വെക്കുന്നതും ഒരു ജസ്റ്റ് ഇവിടെ ഒരു ഷോർട്ട് ചെയ്യുന്നതും, അതായത് ഒരു വയർ ഡയറക്റ്റ് ആയിട്ട് വെക്കുന്നത് ഒരേപോലെ തന്നെയാണ്. അതിന് അക്രോസ് വോൾട്ടേജിന്റെ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല.
പക്ഷെ എ സിന്റെ കേസിൽ അങ്ങനെയല്ല. എ സിന്റെ കേസിൽ ആൾട്ടർനേറ്റിംഗ് ആണ്, കറണ്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് വി എൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജ് ഈ ഇൻഡക്ടർ അല്ലെങ്കിൽ ഈ ഒരു കോയിലിന് അക്രോസ് ആയിട്ട് ഉണ്ടാവും. ഇത് മനസ്സിലായി വിചാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇക്വേഷൻ അങ്ങനെയാണ് വന്നത്. ഞാനൊരു ഡൗട്ട് ചോദിക്കാം. സെയിം കേസ് നമ്മൾ ഈ എ സി ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ സപ്ലൈ മാറ്റി ഇവിടെ ഒരു ഡി സി ഒരു ബാറ്ററി വെച്ചു. അങ്ങനെയാകുമ്പോൾ ഈ എൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കോയില് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമോ? എ സിക്ക് പകരം ഡി സി വെച്ചാൽ, ഒരു ബാറ്ററി വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമോ? എ സിക്ക് പകരം ഡി സി വെച്ചാൽ ആ കോയിലിന് അക്രോസ് എന്ന് പറയാനാവില്ല, ആ കോയില് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമോ ഇല്ലേ? അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എ സി ആണെങ്കിലും ഡി സി ആണെങ്കിലും ഇതാണ് ഡയലോഗ്, ശ്രദ്ധിച്ചു കേട്ടോ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എ സി ആയിക്കോട്ടെ ഡി സി ആയിക്കോട്ടെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ വേറൊരു റൂൾ ഉള്ളത്, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചാൽ അതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അവിടെയാണ് എ സിക്ക് പ്രശ്നം, ഡി സിക്ക് പ്രശ്നം. ഇവിടെ ഡി സി ആണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡി സി ആണ് സോഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. സപ്പോസ് ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ സൗത്ത് ആയിരിക്കും, അത് മാറില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡും മാറില്ല. ഡി സിന്റെ ബാറ്ററി ഒക്കെ ആണെങ്കിൽ വോൾട്ടേജ് മാറുന്നില്ലെങ്കിൽ ആ നോർത്തിന്റെ എത്രയാണോ പവർ അത് എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. നോർത്ത് ഇവിടെയാണെങ്കിൽ സൗത്ത് ഇവിടെ ആയിരിക്കും. അതിന്റെ പൊളാരിറ്റി മാറില്ല, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി മാറില്ല, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡേ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അതിന് അക്രോസ് ഒരു വോൾട്ടേജും ഇൻഡ്യൂസ് ചെയ്യപ്പെടില്ല. പക്ഷെ എ സിന്റെ കേസ് അങ്ങനെയല്ല. എ സിന്റെ കേസിൽ മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ട്, ഡയറക്ഷനും മാറുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മളൊരു കണ്ടക്ടർ വെച്ചിട്ടുള്ളത്. ഏതാ കണ്ടക്ടർ? ഈ കോയിൽ തന്നെ. ആ കോയിലിന് അക്രോസ് എന്തുണ്ടാവും? അപ്പോൾ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ എ സി ആയാലും ഡി സി ആയാലും ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ ഒരു കണ്ടക്ടറിലേക്ക് കറണ്ട് പാസ് ചെയ്താൽ അത് എന്തായാലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷേ എ സി ആണെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട്, ചേഞ്ചിങ് ആയതുകൊണ്ട് അവിടെ ഒരു വോൾട്ടേജ് കൂടി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷെ ഡി സിന്റെ കേസിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യില്ല. ഋഷികേശ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഡി സി ബാറ്ററി വെച്ചിട്ട് നമ്മൾ അയൺ നെയിൽ വെച്ച് ഇലക്ട്രോ മാഗ്നറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടതല്ലേ. അതായത് നമ്മൾ ബാറ്ററിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുത്തിട്ട് നെയിലിന് ഇങ്ങനെ വയറ് ചുറ്റിയിട്ട് നമ്മളതൊരു മാഗ്നറ്റ് ആക്കിയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ഡി സി ബാറ്ററി അല്ലേ ഇത്? ഡി സി ബാറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റഡി കറണ്ട് അല്ലേ ഇത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഈ കേസിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആയതുകൊണ്ട് കിട്ടിയ അഡ്വാൻറ്റേജ് മാഗ്നറ്റിക് ഫീൽഡ് ആൾട്ടർനേറ്റിംഗ് ആവുന്നു, അതുകൊണ്ട് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇപ്പൊ നോ പറഞ്ഞവരൊക്കെ ഇപ്പൊ എസ് എന്ന് പറയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. വി എൽ ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. ഈ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ടേം ആണ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എൽ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, അതൊരു കോയിലിന്റെ പ്രോപ്പർട്ടിയാണ്. ആ കോയിൽ എത്ര ഇൻഡക്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എൽ. ഡി ഐ ബൈ ഡി ടി ഡി സിന്റെ കേസിൽ 0 ആയി പോകും, അതുകൊണ്ട് വി എൽ 0 ആയിരിക്കും. എന്ന് വിചാരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ ഫൈൻ. അപ്പോൾ വി എൽ ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. ഡി ഐ എൽ എന്ന് ഉദ്ദേശിച്ചത് ഈ ഐ എൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം ആണ്. ഐന്റെ
താഴെ സഫിക്സ് ആണ് ഈ എൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻഡക്ടൻസിലൂടെ പോകുന്ന കറണ്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. അതുകൊണ്ടാണ് സ്മോൾ ലെറ്റർ ഐ ഉപയോഗിച്ചത്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആയതുകൊണ്ടാണ് സ്മോൾ ലെറ്റർ വി യൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വി എൽ എന്ന് പറയുന്നതും സപ്ലൈ വോൾട്ടേജ് വിയും ഈക്വൽ ആയിരിക്കും, കാരണം ഇത് പാരലൽ സർക്യൂട്ട് ആണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സപ്ലൈ കൊടുത്തത് അത്രയും വോൾട്ടേജ് തന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് വഴി ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. വി എൽ ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. കാരണം ഇത് ഒരു പാരലൽ സർക്യൂട്ട് ആണ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അതിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ക്യാപിറ്റൽ എച്ച് എന്നാണ് വരിക. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൽ ഡി എ ബൈ ഡി ടിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ബി എല്ലിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ബി എല്ലും ബി ഈ സപ്ലൈ വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടിയും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതി? എൽ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ടിനെ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഡി ഐ എൽ മാത്രം ലെഫ്റ്റ് സൈഡിലാവും. വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി വരും. ഈ എൽ ഇവിടുന്ന് വന്നേ, ഈ എൽ ഇവിടുന്ന് താഴേക്ക് പോയതാണ്. അതൊക്കെ ഇപ്പോൾ വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി ആയി. ലെഫ്റ്റ് സൈഡിൽ ഡി ഐ, റൈറ്റ് സൈഡിൽ ഡി ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഐ വിത്ത് റെസ്പെക്ട് ടു ഡി ഐ ഇന്റഗ്രേറ്റ് ചെയ്യും, അപ്പോൾ നമുക്ക് ഐ കിട്ടും. റൈറ്റ് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ടൈം വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. സോ ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഐ എൽ ഡി ഐ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഐ എൽ ആയി. ഐ എൽ ഈക്വൽ ടു വി എം ബൈ എൽ സൈൻ ഒമേഗ ടി. ഓക്കെ, സൈൻ ഒമേഗ ടിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണ്. പക്ഷെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡി ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈനിന്റെ ഉള്ളിലുള്ളത് ഒമേഗ ടി ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും സൈൻ എ എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് സൈൻ എ എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എ ഡിവൈഡ് ബൈ മൈനസ് കോസ് എ എക്സ് ഡിവൈഡഡ് ബൈ എ ആയിരിക്കും. അതുപോലെ ഇവിടെ വി എം ബൈ എൽ മൈനസ് കോസ് ഒമേഗ ടി വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആയതുകൊണ്ട് ഈ ഒമേഗ താഴേക്ക് വരും. ഇതൊക്കെ ഇന്റഗ്രേഷൻ ആണ്, പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ ഐ എൽ ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് 90 എഴുതാം, കാരണം മൈനസ് കോസ് ഒമേഗ ടിനെ സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രിന്ന് എഴുതാം. അല്ലെങ്കിൽ മൈനസ് കോസ് എക്സിനെ സൈൻ എക്സ് മൈനസ് 90 എഴുതാം, 90 ഡിഗ്രിന്ന് എഴുതാം. അത് വെച്ച് വി എം ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രിന്ന് എഴുതാം. നമ്മളിവിടെ റെസിസ്റ്റൻസിന്റെ കേസിൽ പറഞ്ഞ പോലെ ഐ എം ഈക്വൽ ടു വി എം ബൈ ഒമേഗ എല്ലിനെ ഐ എം എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ആക്കിയിട്ട് എഴുതുന്നു. നമ്മൾ ഇവിടുത്തെ കേസിൽ എന്തായിരുന്നു? പ്യുവർ റെസിസ്റ്റൻസ് ആകുമ്പോൾ ഐ എം ഈക്വൽ ടു വി എം ബൈ ആർ ആയിരുന്നു. ഇവിടെ ഒമേഗ എൽ ആയി. അപ്പോൾ ആറിന്റെ പ്ലേസിൽ ഒമേഗ എൽ വന്നു. സോ ഐ എൽ ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി. സോ ഐ എം ഈക്വൽ ടു വി എം ബൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഐ എൽ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ മറന്നാലും ഈ ഒരു പ്രോബ്ലം മറക്കാൻ പാടില്ല. ഇവിടെ എക്സെൽ എന്ന് പറയുന്നതിന് ഒരു പുതിയൊരു ടേം വന്നു, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് ഈ ഒമേഗ എൽ എന്ന് പറയുന്നത്. അതായത് ഒരു റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ആണ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്യുവർ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക. ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് സഫിക്സ് എൽ എന്നാണ്. അത് ഈക്വൽ ടു ഒമേഗ എൽ ആണ്. ഒമേഗ എൽ ഈക്വൽ ടു 2πf എൽ ആണ്. ഇതിൽ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. ആ രണ്ട് ടേം മറന്നു പോകാൻ പാടില്ല. എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ്. എല്ലിന്റെ യൂണിറ്റ് ഹെൻറി, എച്ച് ക്യാപിറ്റൽ എച്ച്. അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എല്ലിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞത്? എക്സ് എല്ലിന്റെ യൂണിറ്റ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഒമേഗ എൽ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് സഫിക്സ് എൽ ആണ്. നമ്മൾ പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. അത് തന്നെയാണ് പ്യുവർ
ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ പ്യുവർ ഇൻഡക്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ കോയിൽ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇക്വേഷൻ കിട്ടിയത് റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ ഐ എം എന്ന് പറഞ്ഞാൽ വി എം ബൈ ആർ ആയിരുന്നു. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ വി എം ബൈ ഐ എം ആയിരുന്നു. പ്യുവർ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൽ ഒമേഗ എൽ അല്ലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നതും വി എം ബൈ ഐ എം തന്നെയാണ്. വി ബൈ ഐ എവിടെ കണ്ടാലും അതിന്റെ യൂണിറ്റ് ഓം തന്നെയായിരിക്കും. ഹെൻറി എന്ന് പറയുന്നത് എല്ലിന്റെ യൂണിറ്റ് ആണ്. എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ല, ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ്, എല്ലിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ഉല്ലാസ് പറഞ്ഞ പോലെ ഹെഡ്സ് അല്ല, ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ്, എഫിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, മറക്കാൻ പാടില്ലേ, രണ്ടും രണ്ടാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നതും ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കോയിലിന്റെ പ്രോപ്പർട്ടിയാണ്. ആ കോയിൽ എത്രത്തോളം ഇൻഡക്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ ഇൻഡക്റ്റൻസ് ഉള്ള കോയിൽ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കൂടുതൽ ശക്തിയുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 2πf ആണ് അല്ലെങ്കിൽ ഒമേഗ എൽ ആണ്. അതൊരു കോയിലിന്റെ പ്രോപ്പർട്ടി എന്ന് പറയാനാവില്ല, കാരണം അതിൽ ഫ്രീക്വൻസി ഉണ്ട്. എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. എഫ് തീരുമാനിക്കുന്നത് സപ്ലൈ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരേ ഹെൻറിയുള്ള കോയിൽ 10 മില്ലി ഹെൻറി പ്രൊവൈഡ് ചെയ്യുന്ന കോയിൽ രണ്ട് ഡിഫറെന്റ് സർക്യൂട്ടിൽ വെച്ചാൽ, രണ്ട് ഡിഫറെന്റ് എ സി സർക്യൂട്ടിൽ വെച്ചാൽ, ആ രണ്ട് ഡിഫറെന്റ് എ സി സർക്യൂട്ട് മീൻസ് രണ്ട് ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള എ സി സപ്ലൈ ഉള്ള സർക്യൂട്ടിൽ വെച്ചാൽ അത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈൻ്റെ ഫ്രീക്വൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റൻസ് അതുപോലെയല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 10 ഓമിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ 50 ഹെർട്സ് എ സി സപ്ലൈയിൽ വെച്ചാലും 10 ഓമാണ്, 100 ഹെർട്സ് എ സി സപ്ലൈയിൽ വെച്ചാലും 10 ഓം തന്നെയാണ്. പക്ഷെ 10 മില്ലി ഹെൻറി ഇൻഡക്റ്റൻസ് ഉള്ള ഒരു കോയിൽ നിങ്ങൾ 50 ഹെർട്സ് സപ്ലൈയിൽ വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയിരിക്കില്ല 100 ഹെർട്സ് സപ്ലൈയിൽ വെക്കുമ്പോൾ. 100 ഹെർട്സ് സപ്ലൈയിൽ വെക്കുന്ന സമയത്ത്, ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് കൂടുതൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവും. അതായത് കൂടുതലായിട്ട് അതിനെ കറണ്ടിന് ഒപ്പോസ് ചെയ്യും. ഇൻഡക്റ്റൻസ് എന്താണെന്ന് അറിയാലോ, അത് തമ്മിലെ വ്യത്യാസം അറിയാലോ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഫ്രീക്വൻസി മാറുമ്പോൾ മാറുന്ന ഒരു വാല്യൂ ആണെന്നും മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ കറണ്ടിന്റെ ഇക്വേഷനും വോൾട്ടേജിന്റെ ഇക്വേഷനും കൂടി ഞാൻ ഒന്നും ചെയ്തിരിക്കുകയാണ്. വോൾട്ടേജ് വി എൽ എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് തന്നെയായിരുന്നു, വി എം സൈൻ ഒമേഗ ടി. കറണ്ട് എന്ന് പറയുന്നത് ഐ എം സൈൻ ഒമേഗ ടി -90. ഇതൊരിക്കലും മറക്കരുത്. പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ വോൾട്ടേജിന്റെ ഇക്വേഷനും കറണ്ടിന്റെ ഇക്വേഷനും ഒരിക്കലും മറക്കരുത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ആണോ കറണ്ട് ആണോ ലീഡ് ചെയ്യുന്നത് എന്ന് പറയാമോ ആരെങ്കിലും? ആരും പറഞ്ഞില്ലേ, ഞാൻ ആരോടും ചോദിക്കാം. ഇത് രണ്ടും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട് മനസ്സിലായല്ലോ. അയ്യോ, അത് ഞാൻ പറയാൻ മറന്നായി. വോൾട്ടേജ് എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ആണ്, കറണ്ട് എന്ന് പറയുന്നത് ഒമേഗ ടി -90 ഡിഗ്രി ആണ്. അതായത് ഒരു ഇൻഡക്റ്റൻസ്, പ്യുവർ ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും അതിലൂടെ പോകുന്ന കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. 90 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ്. അതൊരിക്കലും മറക്കാൻ പാടില്ല. ഇൻഡക്ടർ പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും ഫേസ് ഡിഫറൻസ്. ഇതിൽ ആരാണ് ലീഡിങ്? ഇവിടെ നോക്കുമ്പോൾ കറണ്ട് ലാഗിങ് ആണ്, അപ്പോൾ വോൾട്ടേജ് ആണ് ലീഡിങ്.
അല്ലേ? അപ്പോ നമുക്ക് ഫേസർ ഡയഗ്രം ഇങ്ങനെ വരക്കാം, വോൾട്ടേജ് ഇങ്ങനെ വരക്കാം, അതിനെ ലാഗ് ചെയ്ത് കറണ്ട് വരക്കാം. കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ട് വരക്കാം. ഇത് പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിലാണ്, ഇതിൽ എവിടെയെങ്കിലും റെസിസ്റ്റൻസിന്റെ ചെറിയ വാല്യൂ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കില്ല. ആ സർക്യൂട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ വോൾട്ടേജ് 90 ഡിഗ്രി ലീഡ് ആയിരിക്കും, കറണ്ട് 90 ഡിഗ്രി ലാഗ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ സർക്യൂട്ട് എങ്ങനെ വരക്കും? വോൾട്ടേജ് ഇങ്ങനെ വരച്ചു, കറണ്ട് 90 ഡിഗ്രി ലാഗ്, 90 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കറണ്ട് തുടങ്ങൂ. വോൾട്ടേജ് 0 തുടങ്ങി, കറണ്ട് തുടങ്ങിയത് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കറണ്ട് തുടങ്ങിയത്. അപ്പോൾ കറണ്ട് 90 ഡിഗ്രി ലാഗാണ്. ഇവിടെ മുന്നിൽ പോകുന്നത് നോക്കുകയാണെങ്കിൽ കറണ്ടാണ് മുന്നിൽ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് തന്നെയാണ്. അപ്പോൾ മുന്നേ തുടങ്ങിയത് ടൈം ബാക്കോട്ട് ഇല്ല ആളാണ്, അതായത് വോൾട്ടേജ് ആണ് മുന്നേ തുടങ്ങിയത്. കറണ്ട് അത് കഴിഞ്ഞ് ലാഗ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് വേവ് ഫോം വരക്കാം, ഫേസർ വരക്കാൻ അറിയാം, ഇക്വേഷൻ എഴുതാൻ അറിയാം. പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വരും, അതും പറയാം. നമ്മൾ ഓൾമോസ്റ്റ് കഴിയാനായി, ഇന്നത്തെ ക്ലാസ് കഴിയാനായി. ഈ ഒരു പവറിന്റെ കാര്യം കൂടി പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവർ കാണാം, പക്ഷെ നമുക്ക് ഫൈനലി എന്താണ് കാണേണ്ടത്? ആവറേജ് പവർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് കറണ്ട് പറയുന്നത് ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു വി എം ഐ എം സൈൻ ഒമേഗ ടി. ഇതിലെ സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രീനെ നമുക്ക് മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതാം. നമ്മൾ ഡെറിവേഷന്റെ സമയത്ത് മൈനസ് കോസ് ഒമേഗ ടിനെ മാറ്റിയിട്ടാണ് സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി എഴുതിയത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് മൈനസ് വി എം ഐ എം ബൈ 2 സൈൻ 2 ഒമേഗ ടി എന്ന് കിട്ടും. ഇതൊന്ന് നോക്കിയേ, ഇത്രയും പോർഷൻ നോക്കിയോ? ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇവിടെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് ആവറേജ് പവറിന് തന്നെയാണ്. ആവറേജ് പവറിന് ഇവിടെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് ടോട്ടൽ പവർ ഇൻ ഹോൾ സൈക്കിൾ എന്ന് പറയുന്നത്, സോറി, ഇവിടെ ടോട്ടൽ പവർ തന്നെയാണ് കാണുന്നത്. ആക്ച്വലി 0 to 2π 1/2π കൂടി ചെയ്താലേ ആവറേജ് പവർ ആവുള്ളൂ. ഇവർ 1/2π ചെയ്യുന്നില്ല. ഇതിന് കാരണം എന്ന് വെച്ചാൽ ടോട്ടൽ പവർ കാണുമ്പോൾ തന്നെ ഇതൊരു സിനുസോയിഡൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന് ഫുൾ സൈക്കിളിൽ അതിന്റെ ടോട്ടൽ പവർ കാണുമ്പോൾ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്, അതുകൊണ്ട് അത് 0 ആയി പോകും. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ഇതൊരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട്, സൈനിന്റെ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ്, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് അത് 0 ആയി പോകും. അപ്പൊ ഇതിന്റെ പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വളരെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു സപ്ലൈയിൽ ഒരു പ്യുവർ ഇൻഡക്റ്റൻസ് കണക്ട് ചെയ്താൽ അത് പവർ ഒന്നും കൺസ്യൂം ചെയ്യില്ല, അത് പവർ ഒന്നും ആ സപ്ലൈയിൽ നിന്ന് വലിക്കില്ല. പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ പവർ ഒന്നും സപ്ലൈയിൽ നിന്ന് വലിക്കില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹാഫ് സൈക്കിളിൽ പവർ വലിച്ചെടുക്കും, സപ്ലൈയിൽ നിന്ന് വലിച്ചെടുക്കും. എന്നിട്ട് ആ ഇൻഡക്റ്റൻസിൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അടുത്ത ഹാഫ് സൈക്കിളിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് എടുത്ത പവർ തിരിച്ച് സപ്ലൈയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പവർ ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. സംഭവം ഒരു പവർ എടുക്കും, കയ്യിൽ വെക്കും, അടുത്ത ഹാഫ് സൈക്കിൾ തിരിച്ച് അതിലേക്ക് തന്നെ കൊടുക്കും. അതായത് ഞാനിപ്പോ അൻസലിന്റെ കയ്യിൽ നിന്ന് 100 രൂപ കടം വാങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ 100 രൂപ തിരിച്ചു കൊടുത്താൽ മൊത്തം അൻസലിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ എനിക്ക് കടന്നു വാങ്ങിയിട്ടില്ലല്ലോ, തിരിച്ചു കൊടുത്തില്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ പവർ കൺസ്യൂമും ചെയ്തു, അത്ര കൺസ്യൂം ചെയ്ത പവർ തന്നെ തിരിച്ചും കൊടുത്തുകൊണ്ട് ആവറേജ് പവർ നോക്കുമ്പോൾ 0 ആയിരിക്കും. So the power has no constant term. The power term exists of the double the frequency with average value over the whole cycle. Double the frequency എന്ന് പറയാൻ കാരണം നമുക്ക് ഇവിടെ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ കിട്ടി സൈൻ 2 ഒമേഗ ടി. അതായത് വോൾട്ടേജിന്റെ ഒരു സൈക്കിൾ ആവുമ്പോഴത്തേക്ക് പവറിന്റെ 2 സൈക്കിൾ കഴിഞ്ഞിട്ടുണ്ടാവും. കണ്ട, 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ട്വൈസ് ദ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് പവർ ത്രൂ പ്യുവർ ഇൻഡക്റ്റൻസ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ വരാം, ഒരു 5 മാർക്കിനോ 6 മാർക്കിനോ. ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണിത്. നിങ്ങൾ ഇത് ഞാൻ സ്ലൈഡ് തരാം, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഡെറിവേഷൻ ഒന്നും ഭയങ്കര ഭീകരമായ ഡെറിവേഷൻ ഒന്നുമല്ല. ഓക്കെ, കേൾക്കുന്നുണ്ട്, അത് മതി. അപ്പൊ നമുക്ക് എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം.
എല്ലാം കൂടി സമ്മറൈസ് ചെയ്താൽ ഇവിടെ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലല്ല. കറണ്ട് 90 ഡിഗ്രി വോൾട്ടേജിനെ അപേക്ഷിച്ച് ലാഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് 90 ഡിഗ്രി കറണ്ടിനെ അപേക്ഷിച്ച് ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പവർ ഫാക്ടർ കോസ് ഫൈ അതെന്താണെന്നൊക്കെ നമുക്ക് കഥ പറയാം, അത് പിന്നെ പറയാം. കോസ് ഫൈ എന്നുള്ളത് പവർ ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫൈ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് ഫൈ 0 ആയിരിക്കും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്, സെഡ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ട് മൊത്തത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ടിനോടുള്ള റെസിസ്റ്റൻസിനെ പറയുന്ന ടേമാണ്. റെസിസ്റ്റൻസിനെ എന്ന് പറയാനാവില്ല, കറണ്ടിനോടുള്ള ഒപ്പോസിഷനെ പറയുന്ന ടേമാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത് എ സി സർക്യൂട്ട് കേസിൽ. ഇവിടെ പ്യുവർ ഇൻഡക്ടൻസ് ആയതുകൊണ്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് മാത്രമേ ഉണ്ടാവൂ. അതിനെ നമ്മൾ ഇമാജിനറി കോമ്പണന്റ് ആയിട്ടാണ് എഴുതുക. സോ സെഡ് ഈക്വൽ ടു 0. ഇവിടെ 0 എന്ന് വരാൻ കാരണം ഇത് റെസിസ്റ്റൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ടാണ് 0 എന്ന് വരുന്നത്. 0 പ്ലസ് ജെ ഇമാജിനറി പാർട്ടായിട്ട് നമ്മൾ എക്സ് സഫിക്സ് എൽ എന്ന് എഴുതും. എക്സ് ഇൻറ്റു എൽ അല്ല, എക്സ് സഫിക്സ് എൽ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഗൂഗിൾ എന്താണ് സ്ലൈഡ്സിലാണ്. അവിടെ സഫിക്സ് ഇടാൻ പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്. എക്സ് സഫിക്സ് എൽ ആണ്. എക്സ് ഇൻറ്റു എൽ അല്ലേ, ഇൻഡക്ടൻസ് ഇൻറ്റു എക്സ് എന്നൊന്നും അതിനർത്ഥം വിചാരിക്കരുത്, എക്സ് സഫിക്സ് എൽ. അപ്പൊ ഇവിടെ എക്സ് എൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇംപിഡൻസും ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് ജെ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ കാരണം എന്നൊക്കെ ഞാൻ പറയും, നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കാമെന്ന് മാത്രം. ആവറേജ് പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ടോപ്പിക് ആയിട്ട് പറയുന്നത്. ഇനി ഒന്നും കൂടി ഒരു മിനിറ്റിലേക്ക് പോവാ. സെയിം കോഡ് തന്നെ യൂസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്യുക. ആൻസർ ബി തന്നെയാണ്. ഗൗതം സെലക്ട് ചെയ്ത പോലെ ബി തന്നെയാണ് ആൻസർ. എന്താ കാര്യം ഞാൻ പറയാം. ഡി സി സപ്ലൈ 0-ന് തൊട്ട് മുൻപ്, 0-ന് ഒരു മില്ലി സെക്കൻഡ് മുൻപ് വരെ ഡി സി സപ്ലൈ ഓഫ് ആയിരുന്നു. ഓഫ് എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു, ഡി സി സപ്ലൈ ഇല്ല, ഇതിന് സപ്ലൈ ഒന്നും കിട്ടുന്നില്ല ആയിരിക്കും ഈ ഇൻഡക്ടറിന്. ടി ഇസ് ഈക്വൽ ടു 0 ആവുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ എന്തുണ്ടായി? വോൾട്ടേജ് 10 ആയി. 0 എന്ന് പറഞ്ഞ ആ ഇൻസ്റ്റന്റിൽ വോൾട്ടേജ് 10 ആയി, വോൾട്ടേജ് 10ലേക്ക് പോയി. സംഭവം ഇത് ഡി സി സപ്ലൈ തന്നെയാണ്, ഡയറക്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ചേഞ്ച് ഒന്നും ആവുന്നില്ല. പക്ഷെ 0 എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റിൽ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് ഇല്ല അല്ലെങ്കിൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തതിലേക്ക് പെട്ടെന്ന് ഒരു സപ്ലൈ വരുന്ന സമയത്ത് ഇൻഡക്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം തന്നെ ആ സപ്ലൈനെ ഓപ്ഷൻ എയിൽ കാണിച്ചത് തന്ന പോലെ 1 ആംപിയർ കടത്തി വിടൂല. ഈ 1 ആംപിയർ വരാൻ കാരണം ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ഓം ആണ്. അതുകൊണ്ട് 10/10 1 ആംപിയർ അത്രയും കടത്തി വിടില്ല. പകരം അത് ആ ഒരു ചേഞ്ചിനെ ആദ്യം ഉണ്ടായ 0 എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റന്റിൽ ഉണ്ടായ ആ ഒരു ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ 1 ആംപിയറിലേക്ക് പോകില്ല, ഇങ്ങനെ മെല്ലെ സ്ലോലി ഇൻക്രീസ് ചെയ്ത് 1 ആംപിയറിൽ എത്തും. 1 ആംപിയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റഡി സ്റ്റേറ്റിലേക്കായി, പിന്നെ കറണ്ട് ഒന്നും മാറുന്നില്ല, പിന്നെ അതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരാനില്ല. അപ്പോൾ അത് ഓക്കെ, അത് 1 ആംപിയർ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇല്ലായിരുന്നു. കറണ്ട് ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ കറണ്ടിന്റെ റഷ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് നോക്കുമ്പോൾ ഈ കറണ്ടാണ് അതിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യും, അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ആ കറണ്ടിനെ ഇങ്ങോട്ട് വരാതെ ഒപ്പോസ് ചെയ്ത് നിർത്തും. പക്ഷെ അത് കറണ്ട് ഇവൻച്വലി ഇൻക്രീസ് ചെയ്ത് 1 ആംപിയറിൽ എത്തിയാൽ പിന്നെ ചേഞ്ച് ഒന്നുമില്ല, അതങ്ങനെ പോകും. ഇവിടെ ഞാൻ ഓം കൊടുക്കാൻ കാരണം, ഒരു റെസിസ്റ്റൻസ് വാല്യൂ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ റെസിസ്റ്റൻസ് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഇതൊരു പ്യുവർ ഇൻഡക്ടൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ വയർ വെറുതെ ഷോർട്ട് ചെയ്ത പോലെയാണ്. അതായത് ഒരു ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ എടുത്തിട്ട് നെഗറ്റീവ് ടെർമിനലിലേക്ക് ടി ഈക്വൽ ടു 0 കൊടുക്കുന്ന അതേ എഫക്റ്റ് ആണ്. അപ്പോൾ അത് ഇൻഫിനിറ്റി ആയി പോകും കറണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആഡ് ചെയ്തത്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡി സി ആണ്, ഓക്കെ. ഡി സി ആണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ഇതും ഒരു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. ഇവിടുന്ന് തൊട്ട് ഇത്ര വരെ അതിന്റെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ട്.
ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇല്ലാന്ന് വിചാരിച്ചുകൂടാ. ഇങ്ങനെയില്ല ട്രാൻസിയൻ കേസ്, അതായത് ഒരു സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുക, അല്ലെങ്കിൽ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുക, ആ സമയത്തൊക്കെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ അതിന്റെ കറണ്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഈ ഇൻഡക്ടറിന്റെ പ്രധാന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡി സിയിലാണെങ്കിലും ഈ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ പ്രോപ്പർട്ടി ഒക്കെ വരും, ഒന്നും കൂടാന്നില്ല. അത് ഞാൻ ടൈം ഈക്വൽ ടു 0 എന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്യാൻ കാരണം, ഇതൊരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ടൈം ഈക്വൽ ടു 0 അല്ല, ടൈം ഈക്വൽ ടു 10 സെക്കൻഡ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇത് തന്നെയായിരിക്കും. ഈ ഒരു ട്രാൻസിയൻ കേസ് ഉണ്ടാവില്ല, കാരണം ആ ട്രാൻസിയൻ കേസ് ഒക്കെ ഡൈ ഔട്ട് ആയി പോയിട്ടുണ്ടാവും 10 സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ. ഓക്കെ, നമുക്കൊരു വീഡിയോ കാണാം. എനിക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കണമെന്ന് വിചാരിക്കുന്നത്. You can fix stuff or break stuff via coding. Coding is just great. You can imagine. ഇതല്ല വീഡിയോ, ഇത് അഡ്വർടൈസ്മെന്റ് ഒന്ന്. Today I will quantify. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ വീഡിയോയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. 51 മിനിറ്റ് ഉണ്ട് വീഡിയോ. ഇത്രയും നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് പോകാം. ഈ മഞ്ഞ ഡ്രസ് ഇട്ട ഇവരെ കണ്ട് പരിചയമുണ്ടോ? ഒരു പ്രൊഫസറാണ് MIT എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഫിസിക്സ് വീഡിയോ ഒക്കെ ഫേമസ് ആണ്, വൈറലായിരുന്നു. ഓക്കെ, അല്ല 36ാമത്തെ സെക്കൻഡിലാണെന്ന് തോന്നുന്നു. ഓക്കെ, Directly coupled to a demonstration that I will do shortly. You see an L in series with an R. The L is. ഇവര് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഉള്ള ഒരു സർക്യൂട്ടാണ്. അപ്പൊ അതിൽ ഇൻഡക്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 10⁻², അതായത് 10 മില്ലി ഹെൻറി ആണ്. അപ്പോൾ 10 മില്ലി ഹെൻറി ആണ് അതിന്റെ ഇൻഡക്റ്റൻസ്. പക്ഷെ അതിന്റെ ഓരോ ഫ്രീക്വൻസിയിലും അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ ആയിരിക്കും. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒരു 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ, നമ്മൾ ക്ലാസ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതും കൂടി ഒന്ന് കണ്ടുനോക്കാം. Millihenry, and the R is 10 ohms, and let V0 be 10 volts. And here you see 3 frequencies, 100 hertz, 1000 and 10,000 hertz. And here you see the values for omega. You have to multiply hertz with 2 pi. And look now at omega L. Sound ആണ് പ്രധാനം. 100 hertz. വീഡിയോ ക്ലിയർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 6.3 ohms. Compare that with the 10 ohms. They be comparable. But now look, for instance, at 10,000 hertz. The omega L is huge, 600. സൗണ്ട് ആണ് പ്രധാനം ഇതില്. വീഡിയോ ക്ലിയർ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് ക്ലിയർ ആണോ? എന്റെ അല്ല, വീഡിയോന്റെ സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ടും ക്ലിയർ അല്ല. സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി മാറുന്നതിന് കണക്കായിട്ട് ഇപ്പോൾ 100 ഹെർട്സ് ഒക്കെ ആണെങ്കിൽ കറണ്ട് പോകുന്നത്, മാക്സിമം കറണ്ട് എന്ന് പറയുന്ന ആ സർക്യൂട്ടിലേക്ക് പോകുന്നത് 0.85 ആംപിയർ ആയിരുന്നു. അത് 100 ഹെർട്സ് മാറി 1000 ഹെർട്സ് ആവുന്ന സമയത്ത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ, നല്ലോണം ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 0.16 ആംപിയർ മാത്രമേ പോകുന്നുള്ളൂ. അത് 10⁻⁴ ഹെർട്സ് ആകുമ്പോൾ, 10⁻⁴ എന്ന് പറയുമ്പോൾ 10 കിലോ ഹെർട്സ് ആകുമ്പോൾ നല്ലോണം ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. കറണ്ട്, മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് പറയുന്നത് 0.016 ആയി. അപ്പൊ അതാണ് പറയുന്നത്. അതായത് ബേസിക്കലി ഫ്രീക്വൻസി മാറുന്ന സമയത്ത് ഇൻഡക്റ്റൻസ് ഇപ്പോൾ 10 മില്ലി ഹെൻറി തന്നെയാണ്, പക്ഷെ അത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടി വരുന്നു. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുമ്പോൾ ആ സർക്യൂട്ടിലേക്ക് കൂടി പോകുന്ന കറണ്ട് കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയേ പറഞ്ഞുള്ളൂ. വീഡിയോയിലേക്ക് 30 ohms. So it entirely determines, so to speak, the resistance of that circuit.
And so the current that is going to run, at least this is the maximum current, is this value, which we also saw here on the blackboard. That current at high frequency is enormously reduced. It's 50 times lower than this current at low frequency, even though they have the same value for V0. And then you see here the phase angles. And the reason why I have these values is that I can make you listen to this. I can make you hear this. Because your hearing is very good at 100 hertz. And since all of you are young, you can probably hear even 10,000 hertz. Maybe some of you can even hear 20. നമ്മൾ ഫ്രീക്വൻസി റേഞ്ച് പറഞ്ഞ 100 ഹെർട്സ് ടു 10 കിലോ ഹെർട്സ് ആണ്. അപ്പോൾ ഈ 100 ഹെർട്സ് നമുക്ക് ആക്ച്വലി 20 to 20 കിലോ ഹെർട്സ് കേൾക്കാൻ പറ്റുന്നതാണ്. എന്നാലും 100 to 100 കിലോ ഹെർട്സ് എന്തായാലും കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ഫ്രീക്വൻസി ആക്ച്വലി നമുക്ക് ഒഡിബിൾ റേഞ്ചിലാണുള്ളത്, കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒപ്പേറ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒപ്പേറ അല്ല, ഇൻസ്ട്രുമെന്റ് മ്യൂസിക്സ്, എന്തായാലും പറയാ, എന്താ പറയാ, സിംഫണി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നിച്ച് വെച്ച് ഒരു വലിയൊരു ഹാളില് ഒരു കുറെ വയലിനും കുറെ ഷെല്ലോയും ഒരു ചിലപ്പോൾ പിയാനോ ആയിരിക്കും മെയിൻ, അങ്ങനെയുള്ള ഒരു ഓഡിയോ ഈ സർക്യൂട്ടിലേക്ക് കൂടി പ്ലേ ചെയ്യുവാണ്. അതായത് ആ സ്പീക്കറിന്റെ അടുത്ത് ഓഡിയോ എന്താണ് ആംപ്ലിഫയറിന്റെ ഔട്ട് സ്പീക്കർ, അതിന്റെ ഇടക്ക് ഈ നമ്മൾ ഈ റെസിസ്റ്റൻസിന്റെയും ഇൻഡക്റ്റൻസിന്റെയും സർക്യൂട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു കോൺസെർട്ട് അല്ലെങ്കിൽ ഈ ഒരു സിംഫണി എന്ന് പറയുന്നത് അതിൽ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെയും ഫ്രീക്വൻസി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഈ വയലിൻ എന്നൊക്കെ പറയുന്നത് ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഉണ്ടാവുക അല്ലേ. ഈ ഡ്രംസ്, ബേസ് ഗിത്താർ അതൊക്കെ ലോ ഫ്രീക്വൻസിയിലായിരിക്കും. ഇപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട് ജെൻസിന്റെ വോയിസ് ലോ ഫ്രീക്വൻസിയും ഫീമെയിൽ വോയിസ് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് എല്ലാം കൂടി ആയിരിക്കും എന്താ പറയാനുണ്ടെന്ന് അഭിപ്രായം പറയാനുണ്ടോ? ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന, ഇൻസ്ട്രുമെന്റ് അറിയാവുന്ന, ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? വയലിൻ, ഗിത്താർ, കീബോർഡ്, ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ചെറുതായിട്ടെങ്കിലും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു മൊത്തം ഒരു ഇൻസ്ട്രുമെന്റ് എല്ലാം കൂടി ചേരുന്ന സമയത്ത് അതിന് ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിന് ആംപ്ലിഫയറിന്റെ ഔട്ട് എന്ന് പറയുന്നത് ആ സൗണ്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന്റെ ഫ്രീക്വൻസി മാറി കുറഞ്ഞൊക്കെ ഉണ്ടാകുന്ന എല്ലാത്തിന്റെയും ഒരു മിക്സ്, ഒരു ആൾട്ടർനേറ്റീവ്, ഒരു ചേഞ്ചിങ് സംഭവമായിരിക്കും. സിനുസോയിഡലൊന്നും ആയിരിക്കില്ല, ഒരു ചേഞ്ചിങ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആയിരിക്കും. അത് ഈ റെസിസ്റ്റൻസിനും ഇൻഡക്റ്റൻസും സർക്യൂട്ടിന് സപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന്റെ ഔട്ട് എടുത്തിട്ടാണ് സ്പീക്കറിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി മാറുന്ന സമയത്ത് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് കട്ടായി പോകും, അതായത് ഇവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ളതിനെ കട്ടാക്കും. കാരണം എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഇൻസ്ട്രുമെന്റിന് ആക്ട് ചെയ്യുന്ന കറന്റ്, അതിന്റെ ആക്ട് ചെയ്യുന്ന റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും, ഒപ്പോസിഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യും, ലോ ഫ്രീക്വൻസിയിലുള്ളതിനെ കടത്തിവിടും. അത് നിങ്ങൾക്ക് ശരിക്കും ഇത് കേൾക്കാൻ പറ്റും. അതാണ് ഇനി പറയാൻ പോകുന്നത്. Kilohertz. When you get older, you lose your high frequencies. In fact, my frequency cutoff is somewhere near 4,000 hertz. I'm going to make you listen to music, and there will be violins which produce probably 3, 4, 5,000 hertz. And then I will turn on all of a sudden the 10 millihenry. So first I will make you listen to music whereby there is no 10 millihenry in there. And then I will turn on the 10 millihenry, and what you will hear, that the violins disappear. Because the current reduction is now huge on the high frequency, but is very little on the low frequency. And that's the idea of what a self-inductor can do for you. So if you listen to this, there's no self-inductor in now. No music either. Okay. Okay.
different music. No self-inductor. Self-inductor. The high frequencies are gone. No self-inductor. You can turn a violin concerto into a cello concerto. Just cut the violins out. Okay. I cannot make you listen to the phase shift. No. അപ്പോ ഇവർ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ നമ്മൾ ഇൻഡക്ടൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വോയിസിന്റെ ചേഞ്ച് നോക്കില്ലേ, വയലിന്റെ വോയിസ് പെട്ടെന്ന് ചെല്ലോ വോയിസ് ആയ പോലെ ഉണ്ട്. നിങ്ങൾ സി അല്ലല്ലോ, ചെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള അഭിയത്തെ അതിന്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, കേട്ട് പരിചയമുണ്ടോ? അത് ലോ ഫ്രീക്വൻസിയിലുള്ള വയലിനാണ്. ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കേട്ടിട്ടുണ്ടോ? അത് വയലിൻ പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ കുറച്ച് ഭയങ്കര വലിപ്പുണ്ടാവും. അപ്പൊ അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇൻഡക്ടൻസ് ഉണ്ടെങ്കിൽ ഒരു വയലിൻ കോൺസേർട്ടിനെ മാറ്റി ഒരു സെല്ലോ കോൺസേർട്ട് ആക്കാന്ന്. കാരണം വയലിനിലെ ഹൈ ഫ്രീക്വൻസിനെ എടുത്ത് മാറ്റാം. മുമ്പെല്ലാം ഈ സ്റ്റുഡിയോയില് ഓഡിയോ സ്റ്റുഡിയോയിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതുപോലെയുള്ള ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും ഒക്കെ വെച്ചിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ കട്ട് ഓഫ് ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു ട്രാക്ക്, ഒരു പാട്ടിന്റെ ഒരു ട്രാക്കിൽ നിന്ന് വോക്കൽസ് മാത്രം എടുത്തു മാറ്റി കരോക്കെയിൽ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതേപോലെ ഇൻഡക്ടൻസും കപ്പാസിറ്റൻസിന്റെ ഒക്കെ വാല്യൂ ട്യൂൺ ചെയ്ത് അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലേക്ക്, അതായത് ആ ഒരു ഗായകൻ പാടുന്ന പാട്ടിന്റെ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിലേക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് ആ സർക്യൂട്ടിലേക്ക് കൂടി കടത്തി വിട്ടാൽ അത്രയും പോവും, ആ ഒരു റേഞ്ചിലുള്ള വോയിസ് കട്ടായി പോകും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എല്ലാം ഡിജിറ്റലാണ്, ആ ഫ്രീക്വൻസി കട്ട് ചെയ്ത് കളയാൻ പറ്റും.